ഹായ് ഇന്ന് രാവിലെ എന്ത് പരിപാടിയാണെന്നറിയാമോ? ആദ്യം ബാക്കി എല്ലാം കളഞ്ഞിട്ട് മുഖത്ത് കുറച്ച് ഫേസ് പാക്ക് ഇടാമെന്ന് വെച്ചു. മുട്ടയൊക്കെ അടിച്ച് ശരിയാക്കി നേരത്തെ വെച്ചിരുന്നതാണ്. ഇടയ്ക്ക് ഞാൻ ഇട്ടതാണ്. അതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച ശേഷമാണ് ഇന്നത്തെ അടുക്കള പരിപാടികൾ തുടങ്ങുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ കുറച്ച് ഹോമിയോ ഗുളികകളൊക്കെ കഴിച്ചു. ജലദോഷവും ചുമ മഴ എല്ലാം കൂടെ ആയപ്പോൾ അതായി. പിന്നെ ഇത് കാബേജ് തോരൻ, പിന്നെ അടുക്കള പരിപാടികളൊക്കെ തകർത്ത് നടക്കുകയാണ്. അങ്ങനെ അരിയൊക്കെ അടുപ്പിട്ട് തിളച്ചു. അടുത്ത് കുറച്ച് തേങ്ങയൊക്കെ തിരുമിയൊക്കെ വെച്ച് തോരന് വേണ്ടി. കാബേജാണ് ഇന്നത്തെ തോരൻ. അദ്ദേഹമാണ് ഇന്നത്തെ മെയിൻ താരം. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹാന്വേഷണം ഞാൻ പ്രത്യേകം അന്വേഷിക്കുകയാണ്. ഒരുപാട് പേര് രാവിലെ എൻ്റെ വീഡിയോ കാണണമെങ്കിലും ഒരുപാട് പേര് ലൈക്ക് ചെയ്യണില്ല. രാവിലെ 2-3 പേര് ഞാൻ വീഡിയോ ഇട്ട ഉടനെ ഫസ്റ്റിൽ കാണുന്നുണ്ട്, പക്ഷേ അവർ ലൈക്ക് ചെയ്യണില്ല. സത്യമായിട്ടും ലൈക്ക് ചെയ്യണില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യണില്ല എന്നുള്ളത് എനിക്കറിയാൻ പറ്റുമല്ല. അങ്ങനെ ഞാൻ നെത്തോലി മീനാണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. നെത്തോലി മീനൊക്കെ നിങ്ങൾ കണ്ട് മടുത്ത് കാണും. അങ്ങനെ കണ്ടാൽ ഞാൻ ഫേസ് പാക്കൊക്കെ കഴുകിക്കളഞ്ഞ് സൂപ്പറാണ് കേട്ടോ. നല്ല എണ്ണുള്ള പോകണുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ തേച്ചോ. ഞാൻ പറയാനുള്ളതല്ല നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ കേൾക്കില്ലെങ്കിൽ കേൾക്കണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുമോദിനൊക്കെ സുഖം തന്നെയല്ലേ? സുമേതോ മഹേഷിന് അച്ചമ്മയ്ക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. പിന്നെ അങ്ങനെ ഇന്ന് രാവിലെയുള്ള ദോശ പരിപാടിക്കുള്ള കറികളായി. പിന്നെ കാബേജ് തോരൻ, അങ്ങനെ അരിയൊക്കെ ഒടിച്ചു. ഇന്നത്തെ അടുക്കളപ്പണി ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് കുറച്ച് വെള്ളമൊക്കെ ഞാനൊന്ന് കുടിച്ചു നോക്കി. തേങ്ങ വെള്ളം വെച്ചാൽ അങ്ങോട്ട് ഒരു സൂപ്പറായി, ഒരു കാശിനും കൊള്ളൂല. അങ്ങനെ ഞാൻ കാബേജ് തോരൻ്റെ അവസാന ഘട്ട ഫിനിഷിങ് പരിപാടിയിലോട്ടാണ്. ഇങ്ങനെ കാബേജ് തോരനൊക്കെ വെച്ചു. എനിക്ക് അങ്ങനെ കാബേജ് തോരൻ കഴിച്ചുകൂടാ കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും. തൈറോയിഡിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് കഴിക്കില്ലെന്ന് പറയും. പിന്നെ ഈ മലക്കറി വാങ്ങുമ്പം, അതായത് നിങ്ങൾ പച്ചക്കറി വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കില്ല ഇടയ്ക്കൊക്കെ. അപ്പോഴൊക്കെ ഞാൻ വയ്ക്കും. അങ്ങനെ മോര് കറിയാണ് രാവിലെ വെച്ചത്. ഇങ്ങനെ ഞാൻ പുതിയ തവയൊക്കെ വാങ്ങിച്ചു. എൻ്റെ പഴയ 2 തവയുണ്ടായിരുന്നു. ആദ്യം ഒന്നിനെ കളഞ്ഞു, ഇപ്പം വേറൊന്നുണ്ട്, അതും കളഞ്ഞു. ഞാൻ പുതിയ തവ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും പരാതി പറയണ്ട കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ച് ഓൺലൈൻ വഴി അയച്ചാണ്. എൻ്റെ മോളാണ്, അവൾക്കാണ് ഈ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ദോശ കൊണ്ട് നോക്കിക്കൊണ്ടൊരു പൂച്ച അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിനെ കൂടി എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അത് കുറച്ച് സമയം പാവം അങ്ങനെ ഇട്ട്. അങ്ങനെ പുതിയ തവയിൽ ഞാൻ ദോശയുടെ ഉദ്ഘാടനമാണ്. കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തു. സൂപ്പർ ദോശയായിരുന്നു, അടിപൊളിയായിട്ട് അരിയൊക്കെ വന്നു. അപ്പോഴൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ദോശ സൂപ്പറല്ലേ? ഞാനല്ലേ കഴിക്കാനുള്ളൂ, എനിക്കല്ലേ അറിയാവില്ലേ. പിന്നെ അങ്ങനെ ദോശ നല്ല മൊരിഞ്ഞ അടിപൊളി ഒരു വലിയ ദോശയൊക്കെ ചുട്ടെടുത്തുന്ന ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും തകർത്ത മഴയിൽ നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യണം. അങ്ങനെ കൊച്ചുമോനെ കൊണ്ടുവന്നു. അങ്ങനെ കാപ്പി കുടിക്കാൻ വേണ്ടി തുടങ്ങി. നിങ്ങളെല്ലാവരും കാപ്പി കഴിച്ചല്ലേ? ഇല്ലേ, ഞാൻ ദോശയും വെള്ള കിഴങ്ങ് കറിയൊക്കെയാണ്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കിടന്ന് അതിനെയൊക്കെ കഴുകി വെച്ചിട്ട് മീൻ വാങ്ങാൻ പോകണം. അങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ച ശേഷം ഞാൻ അടുത്ത് അവിടെ ഒരു കടയിൽ ഒരാൾ മീൻ കൊണ്ടുവരും. വീട്ടിൻ്റെ ഫ്രണ്ടിൽ അവിടെ ചെന്ന് ഇങ്ങനെ മീൻ വാങ്ങാൻ പോകണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സുഖമാണല്ലോ? ദിവ്യ കിച്ചൺ സുഖമാണോ? ഇട്ട് പോണതാണ് കേട്ടോ. ചിലപ്പം ഞാൻ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് കാണും കേട്ടോ. കാണുകയും ദിവ്യയൊക്കെ ഞാൻ ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ചമ്മയ്ക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മളെ സൂപ്രിയ കൊച്ചിനെ എല്ലാവർക്കും ഞാൻ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ നിങ്ങളെ കിളിമീനാണ്, ഞങ്ങൾ നവര കേട്ടോ. ഉരുളൻ നവര എന്നാണ് പറയണത്. ഇത് നാളെ ഞാൻ കറി വെച്ച് കാണിക്കാമേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.